യുഎഇയിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അത്യപൂർവമായ കാലാവസ്ഥയാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. നിർത്താതെ പെയ്ത ശക്തമായ മഴ, ഒപ്പം അതിശക്തമായ കാറ്റും മിന്നലും. ജനങ്ങൾ ആശങ്കയിലായി. ഒട്ടേറെ പേരാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തും കുടുങ്ങിക്കിടന്നത്. ഇന്നലെ മാത്രമായി 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. ഒറ്റ ദിവസം 254.8 മില്ലിമീറ്റർ മഴയാണ് അലൈൻ മേഖലയിൽ പെയ്തത്. 7 എമിറേറ്റുകളിലും ശക്തമായ മഴ പെയ്തു. യുഎഇയിൽ മഴക്കെടുതിയിൽ ഒരാൾ മരിച്ചതായും സ്ഥിരീകരിച്ചു. 40 വയസ്സുള്ള സ്വദേശി പൗരനാണ് റാസൽ ഖൈമയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. 100 കണക്കിന് വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയും നിരവധി ഷോപ്പിംഗ് മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും വെള്ളം കയറുകയും ചെയ്തു. കോടിക്കണക്കിന് ദിർഹത്തിന്റെ നാശനഷ്ടമാണ് മഴയിലുണ്ടായത്. ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ദുബായ്, ഷാർജ, ഫുജേറ എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ വെള്ളക്കെട്ട് തുടരുന്നു. റോഡ്, വ്യോമഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും പൊതുഗതാഗതം സാധാരണ നിലയിൽ ആക്കാനുമുള്ള ശ്രമത്തിലാണ് അധികൃതർ. കൂറ്റൻ പമ്പുകൾ എത്തിച്ചാണ് പലയിടത്തെയും വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്നത്. ജനജീവിതം സാധാരണമാകാൻ ഇനിയും സമയമെടുത്തേക്കും. ഉപരിതല മർദ്ദം കുറഞ്ഞ് മോശം കാലാവസ്ഥയ്ക്ക് കാരണമായ 2 തരംഗങ്ങൾ ഉണ്ടായതാണ് അത്യപൂർവ കാലാവസ്ഥയിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ട്.